തനിക്ക് ഈ വിഷയം തനിക്ക് ഈ വിഷയം ഒന്നും അറിഞ്ഞൂടാതെ ഇവിടെ നിന്നിട്ട് എന്റെ അടുത്ത് ആകത്തില്ല. അല്ല ശ്രീ മൈത്രൻ, ഞാൻ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. താങ്കൾ ഉപദേശിക്കാൻ ആളുമല്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ചോദിച്ചു മനസ്സിലാക്ക്. അല്ല ചോദിക്കാൻ അമ്മൂമ്മയുടെ ചോദ്യം മനസ്സിലാക്ക്. അല്ല ചോദിച്ചു മനസ്സിലാക്കുന്ന കാര്യമല്ല ഇത്. അല്ല അപ്പൊ പിന്നെ ഇയാൾക്ക് തീരുമാനം ഇവിടെ ഉള്ളത്. എനിക്ക് എന്ത് അറിവാണ് ഈ വിഷയത്തിനകത്തുള്ളത്? ഇനിയും മുമ്പോട്ട് പോണം നടക്കുക. വിശാലമായ എല്ലാ വലിയ എനിക്ക് നല്ല വിവരമുള്ള ആളാണ്. മണ്ടത്തരമാണ്, നടക്കാൻ പോകുന്നില്ല. അതാ പറഞ്ഞ തന്നെ പോലെ മണ്ടന്മാരിരുന്ന് ഇതേപോലെ ചോദിക്കുമ്പോ ഇതുപോലെ പറയുന്ന സമയത്ത് വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ചോദിച്ചു മനസ്സിലാക്കാനുള്ളതില്ല. അപ്പൊ അത് മനസ്സിലാക്കാനില്ലെന്ന് തീരുമാനിച്ചത് വിശ്വാസിയുടെ ലക്ഷണമാണ്. താൻ ഈ പറഞ്ഞിരിക്കുന്നത് കഠിനമായ വിശ്വാസികളുടെ ലക്ഷണമാണ്. എനിക്കിനി ചോദിച്ചു മനസ്സിലാക്കാനില്ലെന്ന്. ശ്രീ മൈത്രേയൻ യാഥാർത്ഥ്യം അതല്ലെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കറിയാവുന്ന കാര്യമാണ്. തനിക്ക് വിവരമില്ലെന്ന് പറ. അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ. അതുകൊണ്ട് ഇന്ത്യ ആ അതിർത്തി എവിടെ പോയി? മൈസൂർ ടിപ്പു സുൽത്താനും കേരളവും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യുദ്ധം ഉണ്ടോ? ഇപ്പൊ ഇല്ല. ഇപ്പൊ യുദ്ധമില്ല. ലോകം മാറിക്കൊണ്ടിരിക്കുന്ന കാണാതെ അതിർത്തി ഭയങ്കര സംഭവമാണെന്നൊക്കെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാനും തനിക്ക് അസാമാന്യമായ വിവരക്കേടുണ്ടെങ്കിലേ പറ്റൂ. ശ്രീ മൈത്രേയൻ അല്ലാതെ പോയോ? ആര്? എന്നെ അടിച്ചവൻ അവിടെ നിക്കണ്. പോകുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. എന്റെ വായന്തലങ്ങനെ അപ്പുറത്ത് കിടക്കാം. ഒന്ന് ഉറങ്ങണം. എന്തൊരു തരിപ്പ്.